ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ ബിസിനസ് സ്റ്റഡീസിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററുമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ഫോർമേഷൻ ഓഫ് എ കമ്പനിയിലെ ഏകദേശം 9 മാർക്കോളം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയയാണ് ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ ഏതെല്ലാം ഏരിയകളാണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ചാപ്റ്ററിനെ സംബന്ധിച്ച് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. അതിന്റെ ഡെഫിനിഷൻ, അതിന്റെ ക്ലോസുകൾ പഠിക്കുക, പിന്നെ അതിലെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, പിന്നെ മെമ്മോറാണ്ടം ഓഫ് ആർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചിരിക്കണം, പിന്നെ പ്രൊമോഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, പ്രൊമോഷനിലെ ഡെഫിനിഷൻ എന്താണെന്ന് അറിയിക്കണം, പിന്നെ പ്രൊമോട്ടർ ആരാന്ന് അറിയിക്കണം, പ്രൊമോട്ടറിന്റെ ഫംഗ്ഷൻസും ആറെണ്ണം വരുന്നുണ്ട്, അത് കൃത്യമായി പഠിക്കുക. പിന്നെ പ്രോസ്പെക്ടസ് എന്ന ഒരു ഏരിയ കൂടി ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ ഫോർമേഷൻ ഓഫ് എ കമ്പനിയുടെ പ്രോസസ്സിലെ അതിന്റെ സ്റ്റേജുകൾ ആരെണ്ണം വരുന്നത് ഏതൊക്കെയെന്ന് അറിയാം. പ്രൊമോഷൻ ഉണ്ട്, ഇൻകോർപ്പറേഷൻ ഉണ്ട്, സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ ഉണ്ട്, കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ഉണ്ട്. ആ ഒരു ഏരിയ കൂടി ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ പ്രൊമോഷൻ എന്നൊരു ഏരിയ ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പ്രൊമോഷൻ നോക്കാം അല്ലെ. പ്രൊമോഷൻ ഇസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ ദി ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനി ഫോം ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റേജിനെയാണ് പറയുന്നത് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ ദി ഫോർമേഷൻ ഓഫ് എ കമ്പനി അല്ലെ, ആദ്യത്തെ സ്റ്റേജ് ആണ് പ്രൊമോഷൻ അല്ലെ. ഇറ്റ് മീൻസ് സം ടോട്ടൽ ഓഫ് ഓൾ ആക്ടിവിറ്റീസ് വിച്ച് ആർ നെസസറി ഫോർ ബ്രിങ്ങിങ് ദ കമ്പനി ഇൻടു എക്സിസ്റ്റൻസ് അല്ലെ. ഒരു കമ്പനിയെ എക്സിസ്റ്റൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസുകളുടെയും ആകെത്തുകയെ നമുക്ക് ഈ പ്രൊമോഷൻ എന്ന് പറയാം അല്ലെ. അപ്പൊ നമ്മളൊരു കമ്പനിയെ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഐഡിയ കണ്ടെത്തി ആ ഒരു ഐഡിയ നമുക്ക് ഒരു സംരംഭമാക്കി മാറ്റാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസുകളുടെ ആകെത്തുകയെ നമുക്ക് പ്രൊമോഷൻ എന്ന് പറയാം അല്ലെ. ആ പ്രൊമോഷൻ പ്രോസസ്സ് ആരാണോ ചെയ്യുന്നത് അയാളെ പ്രൊമോട്ടർ എന്ന് വിളിക്കാം അല്ലെ. അപ്പൊ ആ ഒരു പ്രൊമോട്ടർ ചെയ്യുന്ന ആൾ ആക്ടിവിറ്റീസുകളുടെ ടോട്ടൽ സമ്മിനെയാണെന്ന് പറയുന്നത് പ്രൊമോഷൻ എന്ന് പറയുന്നത് അല്ലെ. ദ പേഴ്സൺ ഹു ടേക്സ് ഓൾ ദ ഇനിഷ്യേറ്റീവ് ടു ഫോം എ കമ്പനി ഈസ് കോൾഡ് പ്രൊമോട്ടർ അല്ലെ. ആരാണോ ആ പ്രോസസ്സുകൾ ചെയ്യുന്നത്, ആരാണോ ആ ആക്ടിവിറ്റീസുകൾ ചെയ്യുന്നത് അയാൾ എന്ത് പറയാം, പ്രൊമോട്ടർ എന്ന് പറയും. ആ പ്രൊമോട്ടേഴ്സ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസുകളുടെയും ടോട്ടലിനെ നമുക്ക് പ്രൊമോഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആ പ്രൊമോട്ടറിന്റെ ഫംഗ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനമായ ആറിനുള്ളത് അല്ലെ. നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്യാം. ഐഡന്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി അല്ലെ. ആ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അതിന്റെ ആ ഒരു ഐഡിയ കണ്ടെത്തേണ്ടത് ആരാണ്, അല്ലെ. ആ കണ്ടെത്തിയ ഐഡിയ എന്ത് ചെയ്യണം, സ്റ്റഡി ചെയ്യണം അല്ലെ. ആ ഫീസിബിലിറ്റികൾ, ആ സാധ്യതകൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചിരിക്കണം അല്ലെ. അതൊക്കെ എന്ത് ചെയ്യണം, ഒരു പ്രൊമോട്ടറുടെ ഉത്തരവാദിത്തമാണ്. ഏതെല്ലാം ഫീസിബിലിറ്റികളാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്, ടെക്നിക്കൽ ഫീസിബിലിറ്റീസ് അല്ലെ. നമ്മുടെ കയ്യിലുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ബിസിനസ്സിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെ. നമുക്ക് ഈ ഒരു റൺ ചെയ്യാൻ പറ്റും, ഒരു ബിസിനസ്സിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും നമ്മുടെ ടെക്നോളജി യൂസ് ചെയ്തിട്ട്. ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി, നമ്മുടെ കയ്യിലുള്ള ഫിനാൻസ് വെച്ചിട്ട് ഈ ഒരു ബിസിനസ് സംരംഭം ഓക്കെ ആവോ അല്ലെ, നമുക്കിത് റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ. നമ്മുടെ എക്കണോമിക്കൽ ഫീസിബിലിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ് ഐഡിയ ഓക്കെ ആവോ, അല്ലെങ്കിൽ ലാഭകരമായിട്ട് നമുക്ക് ഈ ഒരു ബിസിനസ് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം അല്ലെ. പിന്നെ എന്താ, നെയിം അപ്രൂവൽ. ഈ ഒരു ബിസിനസ് സംരംഭത്തിന് നെയിം നിർദ്ദേശിക്കേണ്ടത് ആരാണ്, പ്രൊമോട്ടറാണ് അല്ലെ. ആ നെയിം നിർദ്ദേശിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ അറിയേണ്ടതുണ്ട്. ഒരു രജിസ്ട്രാർക്ക് മുന്നിലേക്ക് നമുക്ക് ഒരു ലിസ്റ്റ് ഓഫ് നെയിംസ് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം അല്ലെ. ആ ലിസ്റ്റ് ഓഫ് നെയിംസ് നമ്മൾ കൊടുക്കുമ്പോൾ നിലവിലുള്ള കമ്പനികളുമായി ബിസിനസ് സംരംഭങ്ങളുമായിട്ടുള്ള സാദൃശ്യം തോന്നുന്ന രീതിയിലുള്ള പേരുകൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സജസ്റ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് അറിയണം. പബ്ലിക് കമ്പനിയാണെങ്കിൽ എന്ത് ചെയ്യണം, ലിമിറ്റഡ് എന്ന് അറിയണം അല്ലേ. പിന്നെ എന്താ, ഫിക്സിംഗ് അപ്പ് സിഗ്നേച്ചറീസ് ഓഫ് ടു ദ മെമ്മോറാണ്ടം അസോസിയേഷൻ അല്ലേ. മെമ്മോറാണ്ടം അസോസിയേഷനിൽ ആരൊക്കെ സൈൻ ചെയ്യുന്നുള്ള കാര്യം നിർദ്ദേശിക്കേണ്ടത് ആരാണ്, പ്രൊമോട്ടറാണ്. അപ്പോയിന്റ്മെന്റ് ഓഫ് പ്രൊഫഷണൽസിലെ നമുക്കറിയാം, ഒരു കമ്പനി ആകുമ്പോൾ പല പ്രൊഫഷണൽസിനെയും ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലേ. ആ പ്രൊഫഷണൽസിനൊക്കെ നിർദ്ദേശിക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ ആ പ്രൊഫഷണൽസിനൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്, പ്രൊമോട്ടറാണ് അല്ലേ. ഇപ്പൊ ഒരു ഓഡിറ്റർ ആണെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിലാണെങ്കിലും അത് പല ഏരിയകളിലാണെങ്കിലും ആരാവശ്യമാണ്, പ്രൊഫഷണൽസിന് ആവശ്യമാണ്, അവരൊക്കെ നിയമിക്കുന്നത് ആരാണ്, പ്രൊമോട്ടറാണ്. സിക്സ്ത് എന്താ, പ്രിപ്പറേഷൻ ഓഫ് നെസസറി ഡോക്യുമെന്റ്സ് അല്ലേ. ഈ നെസസറി ഡോക്യുമെന്റ്സുകൾ പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്, പ്രൊമോട്ടർ ആയിരിക്കും അല്ലേ. ഇപ്പോൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആയിക്കോട്ടെ, ആർട്ടിക്കിൾസ് ആയിക്കോട്ടെ, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന ആരായിക്കോട്ടെ, ഒക്കെ ആരാ ചെയ്യുന്നത്, പ്രൊമോട്ടർ ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു ഏരിയ നിങ്ങൾ കറക്റ്റ് പഠിച്ചിരിക്കുക. പിന്നെ ഇതിന് ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ഏരിയ ഓൾറെഡി പറഞ്ഞു, ഡോക്യുമെന്റ്സിലെ പല ഡോക്യുമെന്റ്സ് ഉണ്ട്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അല്ലേ. എന്താണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ? ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് ഓഫ് ദി കമ്പനി അല്ലേ. ഒരു കമ്പനിയെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് ഇത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഇറ്റ് ഡിഫൈൻ ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പവേഴ്സ് ഓഫ് ദി കമ്പനി അല്ലേ. ഒരു കമ്പനിയെ സംബന്ധിച്ച് അതിന്റെ ഒബ്ജക്റ്റീവ്, അത് എന്ത് ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, അതിന്റെ പവേഴ്സ് ഒക്കെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണെന്ന് പറഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്താ, ടു ഡിസ്ക്രൈബ് ദ റിലേഷൻഷിപ്പ്
ടു ദ കമ്പനി വിത്ത് ഔട്ട്സൈഡേഴ്സ് അല്ലേ. ഔട്ട്സൈഡേഴ്സ്, ഒരു കമ്പനിയുടെ ഔട്ട്സൈഡേഴ്സുമായിട്ടുള്ള റിലേഷൻ എവിടെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലാണ് അല്ലേ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഈസ് കാൾഡ് ദ ചാർട്ടർ ഓർ മാഗ്ന കാർട്ട ഓഫ് ദി കമ്പനി അല്ലേ. ഈ പേരുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലെ 6 പ്രധാനപ്പെട്ട ക്ലോസുകളാണുള്ളത്. ഓരോ ക്ലോസുകൾക്കും ഓരോരോ ഉദ്ദേശങ്ങളാണുള്ളത് അല്ലേ. നമുക്ക് ഓരോന്ന് നോക്കുക. നെയിം ക്ലോസ്, എന്താ നെയിം ക്ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളത് ആ കമ്പനിയുടെ പേര് എന്ത് ചെയ്യണം? മെമ്മോറാണ്ടത്തിൽ മെൻഷൻ ചെയ്തിരിക്കണം അല്ലേ. പേര് നിർദ്ദേശിക്കും ഞാൻ പറഞ്ഞു. എന്തൊക്കെ നോക്കണം? നമ്മളെ മറ്റ് കമ്പനി നെയിമുകളുമായിട്ടുള്ള സാദൃശ്യം ഉണ്ടാകാൻ പാടില്ല. പ്രൈവറ്റ് കമ്പനിയാണ് നമ്മൾ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് ആഡ് ചെയ്യണം. പബ്ലിക് കമ്പനിയാണ് നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റഡ് എന്ന് ആഡ് ചെയ്യണം അല്ലേ. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെന്താ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് അല്ലേ. എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഏത് ലൊക്കാലിറ്റിയിലാണ്, ഏത് താലൂക്ക് അല്ലെങ്കിൽ ഏത് രജിസ്റ്റേർഡ് ഓഫീസിന്റെ അണ്ടറിലാണ് ഈ ഒരു കമ്പനി റൺ ചെയ്യുന്നത് അല്ലേ. ഏത് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, തേർഡ് എന്താ ഒബ്ജക്റ്റ് ക്ലോസ്. ആ ഒരു ഓർഗനൈസേഷൻ എന്ത് ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യമാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ എന്താ ലാബിലിറ്റി ക്ലോസ്. ആ മെമ്പേഴ്സിന്റെ ലാബിലിറ്റി ഏത് രീതിയിലായിരിക്കണം എന്ന് മെൻഷൻ ചെയ്തിരിക്കണം. പിന്നെ എന്താ ക്യാപിറ്റൽ ക്ലോസ്. ആ ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ക്യാപിറ്റൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള കാര്യങ്ങളും അവിടെ മെൻഷൻ ചെയ്തിരിക്കണം. പിന്നെന്താ അസോസിയേഷൻ ക്ലോസിൽ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2 പേരാണ് അവിടെ സൈൻ ചെയ്തിരിക്കേണ്ടത്. അതിൽ ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ 7 പേര് മിനിമം സൈൻ ചെയ്തിരിക്കണം. ആ ഒരു ഏരിയയാണ് അസോസിയേഷൻ ക്ലോസിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ മെമ്മോറാണ്ടമോ കഴിഞ്ഞാൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ കഴിഞ്ഞാൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഡോക്യുമെന്റ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അല്ലേ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്താ? ഇറ്റ്സ് എ ഡോക്യുമെന്റ് കണ്ടെയ്നിങ് ദ റൂൾസ് റിഗാർഡിംഗ് ദ ഇന്റേണൽ മാനേജ്മെന്റ് ഓഫ് ദി കമ്പനി അല്ലേ. ഒരു കമ്പനിയുടെ ഇന്റേണൽ മാനേജ്മെന്റും റൂൾസും അടങ്ങിയിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാ? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയാം അല്ലേ. ദ ഇന്റേണൽ മാനേജ്മെന്റ് ഓഫ് ദി കമ്പനി ആൻഡ് റൂൾസ് അല്ലേ. ഇതെല്ലാം അടങ്ങിയിട്ടുള്ളത് ഏതാണ്? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ് അല്ലേ. ദസ് റൂൾസ് ആർ സബ്സിഡിയറി ടു ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. എ പബ്ലിക് കമ്പനി നീഡ്സ് നോട്ട് ഹാവ് ഇറ്റ്സ് ഓൺ ആർട്ടിക്കിൾസ് അല്ലേ. ഒരു പബ്ലിക് കമ്പനിക്ക് എന്താണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന്റെ ആവശ്യമില്ല, കമ്പൽസറി അല്ല അല്ലേ. ഇല്ലെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഇല്ലെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഫോം ചെയ്തെടുക്കാം അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഇല്ലെങ്കിൽ കൂടി നമുക്ക് എന്താ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്ത് വേണം? വിത്ത് അഡോപ്റ്റ് ടാബിൾ എ എന്നൊരു ഡോക്യുമെന്റ്സ് കൂടി നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആർട്ടിക്കിൾസിന്റെ കുറച്ച് മാറ്റേഴ്സ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം 18ഓളം മാറ്റേഴ്സ് എന്താണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഇൻക്ലൂഡ് ആയിരിക്കണം. അത് നിങ്ങളൊന്ന് വായിച്ചെടുക്കേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ അത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ വരുന്നത്. പിന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും മെമ്മോറാണ്ടവും തമ്മിലുള്ള ഡിഫറൻറ്റ് ആണ് അല്ലേ. ഞാൻ ഓൾറെഡി പറഞ്ഞു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷന്റെ ഒബ്ജക്റ്റീവ് ആണ് എന്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒബ്ജക്റ്റ് എന്താണെന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ എന്താണ് അതിന്റെ ഇന്റേണൽ കൺട്രോൾ അല്ലെങ്കിൽ ഇന്റേണൽ മാനേജ്മെന്റും ആൻഡ് റൂൾസ് ആണ് എന്താണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ. ഓക്കെ, സെക്കൻഡ് വൺ എന്താ? ഇത് ഒരു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു മെയിൻ ഡോക്യുമെന്റ് ആണ്. അതില്ലാണ്ട് നമുക്ക് എന്തെങ്കിലും വല്ല ഒരു കമ്പനിയെ ഫോം ചെയ്തെടുക്കാൻ പറ്റൂല അല്ലേ. പക്ഷേ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനെ സംബന്ധിച്ച് എന്താണ്? അതൊരു സബ്സിഡിയറി കമ്പനിയാണ്, സബ്സിഡിയറി ഡോക്യുമെന്റ് ആണ്. സബ്സിഡിയറി ഡോക്യുമെന്റ് ആണ് അല്ലേ. അതില്ലെങ്കിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഇല്ലെങ്കിൽ കൂടെ നമുക്ക് എന്തെങ്കിലും പബ്ലിക് കമ്പനിക്ക് ഫോം ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അതിന്റെ റിലേഷൻ എന്താണ് വരുന്നത്? ഒരു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷന് അത് ഔട്ട്സൈഡേഴ്സുമായിട്ടുള്ള റിലേഷൻ ആണ് അല്ലേ. റിലേഷൻ വിത്ത് കമ്പനി വിത്ത് ഔട്ട്സൈഡേഴ്സ് ആണ്. എന്നാൽ ആർട്ടിക്കിൾസ് ഓഫ് കമ്പനിയും അതിലെ ഇന്റേണൽ മെമ്പേഴ്സും തമ്മിലുള്ള റിലേഷൻ ആണെന്ന് പറയുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താ? എവരി കമ്പനി ഹാസ് ടു ഫയൽ മെമ്മോറാണ്ടം. എല്ലാ കമ്പനി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ത് ചെയ്തിരിക്കണം? ഫയൽ ചെയ്തിരിക്കണം അല്ലേ. എന്നാൽ പബ്ലിക് കമ്പനിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനെ സംബന്ധിച്ച് ഒരു പബ്ലിക് കമ്പനിയിൽ എന്താണ്? അതൊരു കമ്പൽസറി ആയിട്ടുള്ള ഒരു സംഭവമല്ല അല്ലേ. ഇല്ലെങ്കിൽ കൂടെ നമുക്ക് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഇല്ലെങ്കിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ഓക്കെ, പിന്നെന്താ? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ എന്തെങ്കിലും ആൾട്രേഷൻസ് വരുത്തുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഒരു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ ആൾട്രേഷൻ കൊണ്ട് നടത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ആ ഒരു ഏരിയയാണ് അത് അതിന്റെ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. പിന്നെ അതിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് വരുന്ന ഏരിയ എന്ന് പറയുന്നത് പ്രോസ്പെക്ടസ് എന്നൊരു ഏരിയ ആണ്. എന്താ പ്രോസ്പെക്ടസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ്, നോട്ടീസ്, സർക്കുലർ ഓർ അഡ്വർടൈസ്മെന്റ്, ഇൻവിറ്റേഷൻ, ഓഫർ ഫോർ സബ്സ്ക്രിപ്ഷൻ ഓർ പർച്ചേസ് ഓഫ് എനി ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓഫ് എ കമ്പനി ഫ്രം ദി പബ്ലിക് അല്ലേ. നമ്മുടെ പബ്ലിക്കിന്റെ
കമ്പനിയുടെ കയ്യിൽ നിന്ന് എന്ത് തരത്തിലുള്ള ഡിബെഞ്ചറോ എന്തോ ആയിക്കോട്ടെ സബ്സ്ക്രിപ്ഷൻ എന്തെങ്കിലും ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ കണ്ടെത്തുവാണെങ്കിൽ അതിന് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെന്റോ എന്തെങ്കിലും ഓഫർ ലെറ്റേഴ്സിനെയാണ് എന്ന് പറയുന്നത് പ്രോസ്പെക്ടേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ പ്രോസ്പെക്ടേഴ്സ് പബ്ലിക്കിൻ്റെ അടുത്ത് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ നടത്താമെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി എന്ത് ചെയ്യണം, രജിസ്ട്രാറുടെ മുന്നിൽ സബ്മിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് പബ്ലിക് കമ്പനി സബ്സ്ക്രിപ്ഷൻ നടത്തുന്നില്ല എങ്കിൽ ഇപ്പോൾ ആ ഒരു ക്യാപിറ്റൽ കമ്പനിയിലുള്ള ആൾക്കാരിനാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ പ്രോസ്പെക്ടേഴ്സ് എന്നൊരു ഡോക്യുമെന്റ് അല്ല പ്രിപ്പയർ ചെയ്യേണ്ടത്, ഡ്യൂ ഓഫ് പ്രോസ്പെക്ടേഴ്സ് ഇഷ്യൂ ചെയ്യണം. അതിൻ്റെ ഒരു കോപ്പി എന്ത് ചെയ്യണം, രജിസ്ട്രാറുടെ മുന്നിൽ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കടന്നു വരുന്നത്. അപ്പോൾ വളരെ കൃത്യതയോടുകൂടി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.